ഇപ്പൊ ബിഗ് ലേണിംഗിന്റെ പുതിയൊരു സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന പുതിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് അത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്തോ ആക്ട്സ് എന്ന് പറഞ്ഞത്. അതിന്റെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ എന്തോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആക്ട്സ് എന്ന് പറയുന്നത് ഈ AMB എക്സാമിന്റെ അത് മെയിൻ ഒരു കണ്ടന്റ് ആണ്. അപ്പം നമുക്ക് 17 മാർക്ക് മാത്രം ഈ സെക്ഷനിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഈ സിലബസിൽ നിന്ന് മാത്രം എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ആക്ഷനകത്ത് വരുന്ന രീതിയിൽ ഉള്ള മെയിൻ കണ്ടന്റ്സും അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവുന്നു അതൊക്കെയാണ് എന്തോ ഈ സെക്ഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടന്റിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പം ആക്സിനകത്ത് വരുന്ന മെയിൻ നമ്മൾ എപ്പോഴും വരുന്ന എക്സാമിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ് ഞാനിപ്പോ പറഞ്ഞ ഈ വാട്ട് റിപ്പീറ്റ്സ്. ഫസ്റ്റ് ആണെന്തോ സെക്ഷൻ നമ്പർ. നമ്മൾ പഠിക്കുന്ന പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രാബല്യത്തിലായ ആക്ട്സിനെ പറ്റിയാണ് എന്തോ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എക്സാം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കൊണ്ടിരിക്കുന്നത് ഒന്നാണ് സെക്ഷൻ നമ്പറും. അതിനകത്ത് പല 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 സെക്ഷൻസ് ഉണ്ട്. ആക്ടിന്റെ കീഴിൽ പല പല സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ സെക്ഷൻസ് ഉണ്ടോ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഡെഫിനിഷൻ ആണ് ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത് വരുന്നതാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി, റിന്യൂവൽ, അതിന്റെ കാലാവധി, അങ്ങനെയൊക്കെ എടുക്കുന്ന സാധനങ്ങൾ. 3 വണ്ടി നമ്മുടെ വെഹിക്കിളിന്റെ രീതിയിൽ. അപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിളിന്റെ അത് മെയിൻ ജോലി എന്ന് പറയുന്നത് വണ്ടി രജിസ്ട്രേഷൻ അതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് രജിസ്ട്രേഷൻ, ഫിറ്റ്നസ്, പെർമിറ്റ്, അതിൻ്റെയുള്ള മെയിൻ ടോപ്പിക്സ് ആണ് എക്സാംസിന് ചോദിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം വരുന്നതാണ് ട്രാഫിക് കൺട്രോൾ ഡ്യൂട്ടീസ്. നമുക്ക് റോഡിൽ പോകുമ്പോൾ എന്തൊക്കെ ട്രാഫിക് കൺട്രോൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പല പല കാര്യങ്ങളുണ്ട്. വേറൊരെണ്ണം എപ്പോഴും വരുന്നതാണ് ഹെൽമെറ്റ്, സേഫ്റ്റി, ആക്ഷൻ ഡ്യൂട്ടീസ്. റോഡിൽ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ, അതിന് ഏത് സെക്ഷനിലേക്ക് ഇല്ലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് റൂൾ പ്രകാരമാണ് ഹെൽമെറ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഒഫൻസ്, അത് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഏത് ഒഫൻസ് ആണ് വരുന്നത്, ഏത് രീതിയിൽ ഫൈൻ വരും. അപ്പൊ അങ്ങനത്തെ വരും. പിന്നെ ഉള്ളത് പറഞ്ഞാണ് മെയിൻ ആയിട്ട് വരുന്നതാണ് ഒഫൻസും പോലീസ് പവർ. ആരെയാണ് നമ്മൾ വല്ല പെനാൽറ്റിയോ വല്ലതും പിടിച്ചാൽ ഏത് റൂൾ പ്രകാരമാണ് നമുക്ക് ഫൈൻ അടിക്കുന്നത്. അങ്ങനത്തെ പല സാധനങ്ങളാണ് നമ്മൾ സ്ഥിരം PSC വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെന്നുള്ള 2010 അമെന്റ്മെന്റ് ഏരിയാസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ കണ്ടന്റ്സിലോട്ട് എല്ലാം നമുക്ക് പോകാം. ഫസ്റ്റ് ആക്ട്സ് അറ്റ് എ ഗ്ലാൻസ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ പഠിക്കുന്നത് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രാബല്യമായ റൂളാണ്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ എക്സാമിന് സ്ഥിരം വരുന്ന ഒരു സാധനമാണ് ഈ റൂൾ എന്ന് പറഞ്ഞാൽ ആക്ട് നമ്പർ 1988 ഈ ആക്ട് പ്രാബല്യത്തിലായത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആക്ട് നമ്പർ നമ്മൾ എപ്പോഴും സ്ഥിരം ചോദിക്കുന്നത്. അപ്പൊ ആക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 59ാമത്തെ ആക്ട് നമ്പർ 59. ഈ 59നെയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 എന്ന് പറയുന്നത്. അപ്പം ഇതിന് അടുത്ത് വരുന്ന മെയിൻ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഈ 1988 ആക്ട് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്, അല്ലെങ്കിൽ ഏതാണ് പാസ്ഡ് ആയത്. അപ്പം അടുത്തതാണ് ഈ ഡേറ്റ് 14 ഒക്ടോബർ 1988. 14 ഒക്ടോബർ 1988 ആണ് ഈ റൂൾ നമ്മുടെ പാർലമെന്റ് പാസ്സായത്. അതാണ് 14 ഒക്ടോബർ 1988. അടുത്തത് ഇത് നമ്മളൊരു പാർലമെന്റ് ഒരു റൂള് പാസ്സായി, പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ആയ ഡേറ്റ് ആണ് അതാണ് എൻഫോഴ്സ്മെന്റ് ഡേറ്റ്. അടുത്തെന്ന് വെച്ചാൽ 1982 അടുത്ത വർഷം 1989 ജൂലൈ 1-നാണ് ഈ നേരത്തെ പാസ്സായ സാധനം ഇംപ്ലിമെന്റ് ആയി റൂളായിട്ട് പുറത്തോട്ട് നമുക്ക് പാലിക്കേണ്ട ഡേറ്റ് വന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിലും ഈ റൂൾ എസ്റ്റാബ്ലിഷ് ആയി. അപ്പം ഈ 2-3 ഡേറ്റ്സ് സ്ഥിരം എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പം ഇതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് പറയാം. ഈ ആക്ട് 1988 മുമ്പ് 2 ആക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നാണ് 1914 ആയിരുന്നു ഫസ്റ്റത്തെ റൂൾ വന്നത്. പിന്നെ 1939 ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ടും 1914 1939 ബ്രിട്ടീഷുകാരുടെ സമയത്തായിരുന്നു ഈ റൂളിലുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം മാറ്റി പുതിയതായിട്ട് വന്നതാണ് 1988 ഒക്ടോബർ 14 പുതിയ ആക്ട്, അഥവാ ഇപ്പോഴേ പ്രാബല്യത്തിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രാബല്യത്തിൽ വന്നത്. അപ്പം ഈ 3 ഡേറ്റും എപ്പോഴും സ്ഥിരം റിപ്പീറ്റ് വന്നോണ്ടിരിക്കുക. അപ്പം നിങ്ങൾ എക്സാം ഓറിയന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് ഒരിക്കലും മറന്നുകൂടാ.
അപ്പം അപ്പൊ എക്സാമിന് സ്ഥിരം വരുന്നതാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന ആക്ട്സ്, പിന്നെന്തുവാ ഈ ഡേറ്റ്സ് ഒക്കെ എന്തോ സ്ഥിരം റിപ്പീറ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അടുത്തത് ഇനി നിങ്ങൾ പഠിക്കാനുള്ളത്, നമ്മൾ ഈ ആക്ട് പ്രകാരം മെയിൻ ആയിട്ട് ഇതിനെ ക്ലാസ് ചെയ്യുന്ന 14 ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്റർ ഇപ്പൊ 1 പ്രിലിമിനറി ഉണ്ട്, 2 ലൈസൻസ് ഓഫ് ഡ്രൈവർ ഉണ്ട്, 3 കണ്ടക്ടർ ലൈസൻസിങ് ഉണ്ട്, 4 രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ 14 ചാപ്റ്റർ ആയിട്ടാണ് എന്തോ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് 98 ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ ഇത് പഠിക്കുന്നവര് എല്ലാ ഇതിനകത്തിരിക്കുന്ന 14 ചാപ്റ്ററും കാണാൻ പഠിക്കണം. അപ്പൊ ഇതിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും എക്സാമിന് എന്തുവാ ചോദിക്കാം. എന്തോ ചാപ്റ്റർ 1 ഏതിനാ പറയുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റർ 6 ഏതിനാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ ഇതിലായിരുന്നു പറയാം. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ പ്രിലിമിനറിയാണ്. അപ്പൊ ഇതിനകത്ത് സൈഡിൽ ഇതിനകത്ത് ബ്രാക്കിനകത്ത് 1-2 എന്നായിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന സെക്ഷൻസിനാണ് എന്തോ 1-2 എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ ചാപ്റ്ററിന്റെ ഇടയ്ക്കും എന്തോ സെക്ഷൻസ് ഉണ്ട്, സബായിട്ട് എന്തോ സെക്ഷൻസ് ഉണ്ട്. അപ്പം ഈ സെക്ഷൻസ് ആയിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട് ഇംപ്ലിമെന്റ് ആയാലും എന്തോ എക്സാമിന് മെയിൻ ആയിട്ട് വരാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ്. അപ്പം ഫസ്റ്റ് പ്രിലിമിനറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വെഹിക്കിളിന്റെ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിലിമിനറി എന്ന ചാപ്റ്ററിനകത്ത് വരുന്നത്. സെക്കൻഡ് ലൈസൻസിങ് ഓഫ് ഡ്രൈവർ. നമ്മളിപ്പം വെഹിക്കിൾ ഓടിക്കുകയാണ്, അപ്പൊ നമ്മൾ ലൈസൻസ് എടുക്കണം. അപ്പൊ ലൈസൻസിന്റെ കീഴിൽ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ ആദ്യം ലേണേഴ്സ് എടുക്കണം, പിന്നെന്തോ ടെസ്റ്റ് എഴുതണം, എന്നിട്ട് പിന്നെ ലൈസൻസ് എടുക്കണം. പിന്നെന്തോ അതെ പല വണ്ടി ടൈപ്പ് ഉണ്ട്, ഹെവി വെഹിക്കിൾ ഉണ്ട്, 2 വീലർ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും വേണ്ടിയുള്ള ലൈസൻസ് എടുക്കുന്നത് എന്തോ ലൈസൻസിങ് ഓഫ് ഡ്രൈവറിന്റെ കീഴിൽ വരും. അടുത്തത് 3. അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് എന്തോ 3 തൊട്ട് 28 വരെയുള്ള സെക്ഷൻസ്. അതേപോലെ അടുത്ത 3ാമത്തെ സെക്ഷൻ ആണ് കണ്ടക്ടർ ലൈസൻസിങ്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടിനകത്തോ അല്ലെങ്കിൽ പല കണ്ടക്ടർമാരെ കാണത്തില്ലേ KSRTC-നകത്തുള്ളൂ, അതിനകത്തുള്ള അവർക്കുള്ള കുറെ പ്രൊവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തോ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ പറയുന്നതാണ് എന്തോ കണ്ടക്ടർ ലൈസൻസിങ്. ഇനി അടുത്തത് മെയിൻ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4, വേറെ രജിസ്ട്രേഷൻ. നമ്മുടെ വെഹിക്കിളിന്റെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ചാപ്റ്റർ ആണ് എന്തോ റിലേറ്റഡ് പറയുന്നതാണ് ചാപ്റ്റർ 4. അടുത്തത് ചാപ്റ്റർ 5 എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് പെർമിറ്റ്. നമ്മളെന്തുവാ ലോറികളോ അല്ലെങ്കിൽ എന്തുവാ ട്രാൻസ്പോർട്ട് പരമായി ചെയ്യുന്ന അതിന്റെ കീഴിലെല്ലാം വരുന്ന പറയുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4. അടുത്തത് ചാപ്റ്റർ 6 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. നമ്മുടെ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആണ്. നമ്മുടെ KSRTC അങ്ങനത്തെ ഉള്ള ഇതുകൊണ്ടല്ലോ, കേരള സ്റ്റേറ്റിന്റെ കീഴിലുള്ള വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള വെഹിക്കിളിനെ കുറിച്ചുള്ള സാധനങ്ങളാണ് ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. അടുത്തത് ചാപ്റ്റർ 7 എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ആണ്. അപ്പൊ വണ്ടികളുടെ കേടുപാടുകൾ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് അതിനെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 7. അടുത്തത് ചാപ്റ്റർ 8 എന്ന് പറഞ്ഞാൽ ട്രാഫിക്. വെഹിക്കിൾ റോഡിൽ കൂടെ പോകുമ്പോൾ ട്രാഫിക് പരമായിട്ടുള്ള സെക്ഷൻസിനെയാണ് നാം ചാപ്റ്റർ 8 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അടുത്തത് ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ ടെമ്പററി ലീവിംഗ് ഓർ വിസിറ്റിംഗ് ഇന്ത്യ. നമ്മുടെ ഇപ്പം വിദേശ രാജ്യങ്ങളിലും എല്ലാം വെഹിക്കിളിലെല്ലാം 6 മാസത്തേക്കെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരത്തില്ലേ, അപ്പൊ അതെല്ലാം ഈ ചാപ്റ്റർ 9 എന്നതിന്റെ കീഴിലാണ് വരുന്നത്. അടുത്തത് ചാപ്റ്റർ 10 ലയബിലിറ്റീസ് വിത്തൗട്ട് ഫാൾട്ട്. ഇത് സ്ഥിരം ചോദിക്കാത്ത സാധനമാണ്, ഇത് നമ്മൾ വേണേൽ സ്കിപ്പ് ചെയ്യാം, പേര് മാത്രം ഒന്ന് നോക്കി വെച്ചോ. അടുത്തത് ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 10 എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇതൊരു മെയിൻ ചാപ്റ്റർ ആണ്. നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്നില്ലേ, ഇൻഷുറൻസിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് എന്തോ ചാപ്റ്റർ 11. അടുത്തത് ചാപ്റ്റർ 12 വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ക്ലെയിം ട്രിബ്യൂണൽസ്. പേര് മാത്രം നോക്കി വെച്ചേക്കാം, ചോദിച്ചാൽ. അടുത്തത് ചാപ്റ്റർ 12 എന്ന് പറഞ്ഞാൽ ഓഫൻസസ്, പെനാൽറ്റീസ് ആൻഡ് പ്രൊസീജിയർ. നമ്മൾ വണ്ടിനകത്ത് വല്ല ഓഫൻസും എല്ലാം ചെയ്യുവാണെങ്കിൽ അതെല്ലാം പറയുന്ന എല്ലാ ചാപ്റ്റർ ആണ് എന്തോ ചാപ്റ്റർ 12 അല്ല 13. അടുത്തത് ചാപ്റ്റർ 14 മിസ്സേലിയൻസ്. നമ്മൾ ഇതൊന്നും കൂടാതെ വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4. അപ്പം നിങ്ങൾ ഇത്രയും 14 ചാപ്റ്റർ ഉണ്ട്, 1 മുതൽ 14 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കിയപ്പോ തന്നെ നിങ്ങൾക്ക് തന്നെ കുറെ സ്ട്രൈക്ക് ചെയ്തില്ലേ, കുറെ ഈ ചാപ്റ്റർ ചോദിക്കാം അല്ലേ. അപ്പൊ അതിനകത്ത് മെയിൻ സാധനങ്ങൾ രണ്ടുമാണ്. എന്താണ് ലൈസൻസ് ചാപ്റ്റർ 3 എപ്പോഴും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ചാപ്റ്റർ 5 അല്ലേ. വണ്ടിയുടെ രജിസ്ട്രേഷൻ ചാപ്റ്റർ 4 അല്ലേ.
ഇനി വേറെ ഇൻഷുറൻസ് ചാപ്റ്റർ 11 കണ്ടോ. അടുത്ത് മിസേലിയസ് ഓഫൻസസ്. ഈ മെയിൻ ഇത് ചാപ്റ്റേഴ്സ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തുവാ ഇപ്പോഴത്തെ റിലവന്റ് കണ്ടീഷൻ അനുസരിച്ച് മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള, PSCക്ക് ഇടാൻ ചാൻസ് ഉള്ള കുറെ ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്തിരിക്കുന്ന എല്ലാ ചാപ്റ്ററും നോക്കണം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അതിനകത്ത് വരുന്നതായിരിക്കും മോസ്റ്റ് ചാൻസ് റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇപ്പൊ എക്സാമിന് പോയി ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് പറയാം. ഇതിനകത്ത് ഇത് പഠിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തുവാ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് എന്തുവാ ട്രാഫിക് 8 ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ചാപ്റ്റർ 8 പഠിക്കണം കേട്ടോ. ഞാൻ ഇതല്ല ലയബിലിറ്റീസ് വിത്ത് ഫാൾട്ട് ആണ് ഞാൻ പഠിക്കണം പറഞ്ഞു കേട്ടോ. മാർക്ക് ചെയ്ത്. അപ്പം ട്രാഫിക് കൺട്രോൾ വേണമെങ്കിൽ എന്തുവാ 8 എന്നാണ്. ഇപ്പം ട്രാഫിക്കിനകത്ത് എന്തോ 8 പോലെ റോഡ് ഇരിക്കുന്നു. അപ്പൊ വേണമെങ്കിൽ എന്തോ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കാം. ഇനി നമ്മൾ ഇൻഷുറൻസ് റിലേറ്റഡ് പറഞ്ഞല്ലേ, ഇൻഷുറൻസ് എത്ര 11 അല്ലേ ഇതെങ്ങനെ എഴുതുന്നത്? 11 എന്തുവാ ഐ പോലെ നമുക്ക് വായിച്ചോടെ. അപ്പൊ അതിനെ വേണമെങ്കിൽ എന്തുവാ ചാപ്റ്റർ 9 ആയിട്ട് എന്തുവാ 11 നമുക്ക് എന്തുവാ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് ഷോർട്ട് കട്ട് രീതി പഠിച്ചാലും ഈ 14 ചാപ്റ്ററിന് കാണാപ്പാഠം പഠിക്കേണ്ടി വരും. അപ്പൊ അത് ഒരിക്കലും മിസ്സാകരുത്. നമുക്ക് അടുത്ത ഇതിനകത്തോട്ട് പോവാം. അടുത്ത സെക്ഷൻ 3 ഡെഫിനിഷൻസ് ആൻഡ് ദാറ്റ് സ്കോർസ്. നമ്മൾ എക്സാം വരുമ്പോൾ ഇതിനകത്ത് പല ഡെഫിനിഷൻസും അതേപോലെ എക്സാമിൻ്റെ അത് വരും. അപ്പൊ അതിനകത്ത് നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ള നിങ്ങൾ പല എക്സാം എഴുതിയിട്ടുള്ളതായിരിക്കും. അതിനകത്ത് ഈ പല വേർഡ്സും അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് എന്തോ ഇതിനകത്ത് പല ഹെഡിങ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഒന്നാണ് എന്തുവാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്തുവാന്ന് ക്ലാസിഫൈ ചെയ്യുക. എന്തുവാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ? എന്തുവാണ്? അപ്പം അതിന്റെ ക്ലാസിഫൈ പേരാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓർ ഓമിനി ബസ്. ഓമിനി ബസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വെഹിക്കിളിന്റെ പേരാണ് എന്തോ ഓമിനി ബസ് കേട്ടോ. അതായത് വിത്ത് GVW എന്ന് വെച്ചാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് GVW എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ പ്ലസ് ലോഡ് സർട്ടിഫൈഡ് ഓർ രജിസ്റ്റേർഡ് ബൈ അതോറിറ്റി. നമ്മള് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വെയിറ്റും നമ്മൾ ട്രാൻസ്പോർട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത് അതിനകത്ത് എത്ര ഒക്യുപ്പൻസിന് അല്ലെങ്കിൽ എത്ര ലോഡ് കൊണ്ടുപോവുക അതാണ് എന്തുവാ ആ ടോട്ടൽ വെയിറ്റിനെയാണ് എന്തുവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പൊ ഒന്നുകൂടെ പറയാ, ഗ്രോസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെയിറ്റ് ആ വണ്ടിയുടെ വെയിറ്റും പ്ലസ് അതിനകത്ത് എത്ര മാത്രം ലോഡ് കൊണ്ടുപോകാന്ന് നമുക്ക് എന്തുവാ അപ്രൂവൽ അല്ലെങ്കിൽ എന്താ ഓഫീസിൽ നിന്ന് നമുക്ക് എന്തുവാ നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തുവാ പെർമിറ്റ് കിട്ടുന്നതാണ് എന്തുവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പം ഈ രണ്ട് വെയിറ്റും കൂടെ ഇപ്പൊ അല്ലെങ്കിൽ എന്തുവാ ഈ വെഹിക്കിളിന് 7500 കിലോഗ്രാം വെയിറ്റ് കുറവാണെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളിലെ എല്ലാത്തിനെയാണ് എന്തോ നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് നമ്മൾ എന്തോ പറയുന്നത്. അല്ലെങ്കിൽ പറയാം ഓർ മോട്ടോർ കാർ ഓർ ട്രാക്ടർ ഓർ റോഡ് റോളർ വിത്ത് അൺലാഡൻ വെയിറ്റ്. കണ്ടോ, അൺലാഡൻ വെയിറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ വിത്തൗട്ട് എനി ലോഡ്. നമ്മൾ ഒരു എന്തുവാ വണ്ടിയുടെ വെഹിക്കിളിന്റെ വെയിറ്റ് മാത്രം, മനസ്സിലായോ? അപ്പൊ എന്തുവാ നമ്മൾ ട്രാക്ടർ എന്നൊക്കെ പറഞ്ഞത് എന്തുവാ ലോഡ് കൊണ്ടുപോകാനല്ലോ. അപ്പൊ അതിനകത്തൊക്കെ എന്തുവാ നമ്മൾ ജസ്റ്റ് പാസഞ്ചർ ഒന്നും ഇല്ലാതിരിക്കുന്ന ആ വെയിറ്റ് ആണ് എന്തുവാ ഈ അൺലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും മാറിപ്പോരുത്. അത് ഈ വാട്ട് യു അൺലാഡൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ക്വസ്റ്റ്യനും വരാറുണ്ട്. അപ്പൊ മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഒന്നെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓർ ഒമിനി ബസ് 7500 വെയിറ്റ് എന്തുവാ 7500 കിലോയ്ക്ക് കുറവായിരിക്കണം എന്തുവാ അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അഥവാ അല്ലെങ്കിൽ എന്തുവാ അൺലാഡൻ വെയിറ്റ് ഓഫ് എന്തുവാ ട്രാക്ടറോ റോഡ് റോളറോ അതിന്റെ എല്ലാം എന്തുവാ 7500. ഇപ്പൊ എല്ലാത്തിന്റെ മാർജിൻ അടക്കം എന്തുവാ 7500 കിലോഗ്രാം വെയിറ്റിനേക്കാളും താഴെ വരുന്ന ഏത് വണ്ടികളിനെ എന്തുവാ പറയുന്നത് അതിനെല്ലാം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഹെവി ഗുഡ് വെഹിക്കിൾ. നമ്മുടെ ഇപ്പൊ എന്തുവാ നമ്മുടെ വലിയ ലോറിയൊക്കെ ഇല്ലേ, അതെല്ലാം എന്തുവാ ഹെവി ഗുഡ് വെഹിക്കിൾ എന്ന്. പക്ഷെ നമ്മൾ അതിനകത്ത് PSC പോയിന്റ് ഓഫ് വ്യൂവിന് പറയുമ്പോൾ
12,000 കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ അതെന്തുവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, നമ്മളെന്തുവാ പെർമിറ്റ് കിട്ടുന്ന ആ വെയിറ്റ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പൊ അതിൽ കൂടുതലുള്ള വണ്ടികളിലെല്ലാം എന്തുവാ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അല്ലെങ്കിൽ ഓവറായിട്ട് പറയുന്നുണ്ട് എന്തുവാ ട്രാക്ടറോ റോഡ് റോളറോ അതിന്റെ അൺലാൻഡ് വെയിറ്റ് 12,000 കിലോഗ്രാമിനേക്കാളും താഴെയാണെങ്കിൽ പോലും ആണെങ്കിൽ അതിനെന്തുവാ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയും. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. നിങ്ങൾക്ക് എല്ലാം അറിയാലോ, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എന്തുവാ പബ്ലിക് സർവീസിന് എന്തുവാ പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണ്. എന്തുവാ നമ്മൾ ആൾക്കാരെ ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിയാണ് എന്തുവാ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഇതിനകത്ത് എന്തുവാ ഗുഡ്സ് കാരിയർ ആവാം, നമ്മുടെ സ്കൂളുകളുടെ കോളേജിലെ എഡ്യൂക്കേഷൻ ബസ്സുകളാവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസ് ആവാം. അങ്ങനെ ഏത് വണ്ടികളിനെ എന്തുവാ നമ്മൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് എന്റെ കീഴിൽ വരും. അടുത്തത് മെയിൻ ഒരു രണ്ട് സാധനമാണ് മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ്. കേട്ടോ, ഈ മാക്സി ക്യാബ് എന്തുവാണ് ഇപ്പൊ എക്സാം, ഇത് രണ്ടും സ്ഥിരം എപ്പോഴും വരുന്ന കേട്ടോ. അപ്പൊ മാക്സി ക്യാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വണ്ടി ഉണ്ടല്ലോ, പണ്ടത്തെ മെറ്റഡോർ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താ വെച്ചാൽ 6 പാസഞ്ചർ മുതൽ 12 പാസഞ്ചർ വരെയുള്ള ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടികളിനെ എല്ലാത്തിനെയാണ് ഇതോ മാക്സി ക്യാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബാക്കി അഡീഷണൽ പോയിന്റ് ഇറങ്ങുന്നുണ്ടോ, എക്സ്ക്ലൂഡിങ് ഡ്രൈവർ. അപ്പൊ ഇതിനടുത്തിനകത്തും കാണും എക്സ്ക്ലൂഡിങ് ഡ്രൈവർ. കണ്ടോ, ഇതിനകത്തും കാണും, സ്റ്റേജ് കാരിയതിനകത്തും കാണും, ഉണ്ടോ എക്സ്ക്ലൂഡിങ് ഡ്രൈവർ. അപ്പം ഈ 3 ഡ്രൈവർ കൂടാതെ വെയിറ്റ് നോക്കുന്നത് കണ്ടോ. അപ്പം 6 മുതൽ 12 വരെ പാസഞ്ചറിനെ കൊണ്ടുപോകാൻ ഈ മാക്സി ക്യാബിനകത്ത് എന്തുവാ 6 മുതൽ 12 വരെയുള്ള പാസഞ്ചേഴ്സിന് റാദർ ദാൻ ഡ്രൈവർ കൂടാതെ 6 മുതൽ 12 പാസഞ്ചറെ കൊണ്ടുപോകാൻ പറ്റുന്ന വെഹിക്കിൾസിനെയാണ് മാക്സി ക്യാബ് എന്ന് പറയുന്നത്. അതേപോലെ മോട്ടോർ ക്യാബ് 6 കൂടാതെ 6 പേരെ കുറച്ച് 6 പേര് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് മോട്ടോർ ക്യാബ് എന്ന് പറയുന്നത്. കേട്ടോ, ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് 6 മുതൽ 12 വരെ ഉള്ളതിനാണ് ഡ്രൈവർ കൂടാതെ. അപ്പൊ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഇൻക്ലൂഡിങ് ഡ്രൈവർ എന്ന് വരും, എക്സ്ക്ലൂഡിങ് ഡ്രൈവർ എന്ന് വരും, അങ്ങനെ പല ഓപ്ഷൻസ് വരും. അപ്പം എക്സ്ക്ലൂഡിങ് ഡ്രൈവർ കൂടാതെയാണ് കേട്ടോ. അപ്പം 6 കുറവാണെങ്കിൽ അതിനെ മോട്ടോർ ക്യാബ് എന്ന് പറയും. ഇനി അടുത്ത് സ്റ്റേജ് ക്യാരിയർ എന്ന് വെച്ചാൽ 6 പാസഞ്ചറിൽ കൂടുതൽ കൊണ്ടുപോകുന്ന ഹയർ ഓർ റിവാർഡ് വാടകയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു വണ്ടികളിലാണ് സ്റ്റേജ് കാരിയർ. അപ്പൊ 6 കൂടുതൽ ഏത് വണ്ടി ആയാലും അതിനെ റെന്റ് പർപ്പസ് ആയിട്ട് കൊണ്ടുപോകാനാണ് സ്റ്റേജ് കാരിയർ എന്ന് പറയാം. അടുത്ത ടോപ്പിക്കാണ് വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ. ഞാൻ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ കുറെ രണ്ടൊന്ന് വെയിറ്റ് പറഞ്ഞു, 7,500 കിലോയും 12,000 കിലോ. അതാണ് മെയിൻ ഒരു സബ് ഡിവിഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ. അപ്പൊ 7,000 ഫസ്റ്റ് ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ഓൾറെഡി പറഞ്ഞു 7,500 കിലോയിൽ കുറവുള്ള വെഹിക്കിളിനെയാണ് LMV എന്ന് പറഞ്ഞു, അഥവാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അപ്പൊ ത്രഷോൾഡ് ഈസ് 7,000 എന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം ലിമിറ്റ് 7,500 ആണ്. അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു 12,000 കിലോയിൽ കൂടുതലുള്ളതാണ് അതിനാണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ. അപ്പൊ ഇതിനിടയ്ക്ക് നിൽക്കുന്നത് 7,500 മുതൽ 12,000 ഇടയ്ക്ക് നിൽക്കുന്നതാണ് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ, അഥവാ MGV എന്നല്ല എക്സാം അങ്ങനെ ചിലപ്പോൾ ഷോർട്ടായിട്ടും പറയും കേട്ടോ, MGV HGV അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്തത് ചാപ്റ്റർ 2. നമ്മൾ 1ന്റെ അകത്ത് പറഞ്ഞാണ് വണ്ടിയുടെ ഡെഫിനിഷൻ വണ്ടിയുടെ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത് ചാപ്റ്റർ 2. അതിനകത്ത് വരുന്നതാണ് ലൈസൻസിങ് മാപ്പ്. അപ്പം നമ്മൾ വെഹിക്കിളിന് ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ പല റൂൾസും റെഗുലേഷൻസ് പ്രകാരമൊക്കെയാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പം അത് എവിടേക്ക് കിടക്കും എന്നാണ് ചാപ്റ്റർ 2-നകത്തിരിക്കുന്നത്. അപ്പം ചാപ്റ്റർ 2 മാറിപ്പോല് ലൈസൻസ്, നമ്മുടെ ലൈസൻസ് ഉദ്ദേശിച്ചത് ചാപ്റ്റർ 2 നമ്മുടെ ലൈസൻസ്, 3 കണ്ടക്ടർ ലൈസൻസ്. അപ്പം ചാപ്റ്റർ 2-നകത്ത് തന്നെ കുറെ സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻ ഒന്നാണ് സെക്ഷൻ 3 to 7. 3 to 7-നകത്ത് വരുന്നതാണ് 3 to 7-നകത്ത് വരുന്നതാണ് നെസസറി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്. DL എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഏജ് നമ്മുടെ എത്ര വയസ്സാകുമ്പോൾ നമുക്ക് ലൈസൻസ് എടുക്കാം. ഓണേഴ്സ് ഒരു വെഹിക്കിളിന്റെ ഓണറിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്. പിന്നെ ഹോൾഡിംഗ് മൾട്ടിപ്പിൾ ലൈസൻസ് എങ്ങനെയൊക്കെ എടുക്കും, അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പൊ ലേണേഴ്സ് ലൈസൻസിന്റെ റെസ്ട്രിക്ഷൻ എന്തൊക്കെയുണ്ട്, അതൊക്കെയാണ് സെക്ഷൻ 3 മുതൽ 7 വരെ. ഇതിനകത്ത് ഈ ഫസ്റ്റ് 3, അടുത്ത 4 അങ്ങനെയാണ് വരുന്നത്.
3, 4, 5, 6 അങ്ങനെ 7 സെക്ഷൻ 3 to 7 ആണ് എന്തുവാ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. അടുത്തത് സെക്ഷൻ 8 മുതൽ 12 വരെയാണ് എന്തുവാ ഗ്രാൻഡ് ലൈസൻസ് എടുക്കാനുള്ള സെക്ഷൻസ് ആണ് എന്തുവാ ഈ ഫസ്റ്റ് സെക്ഷൻ 8 എന്തുവാ ഗ്രാൻഡ് ലേണേഴ്സ് ലൈസൻസ്. എൽ മീൻസ് ലേണേഴ്സ് ലൈസൻസ്. അപ്പൊ ലേണേഴ്സ് ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങളാണ് എന്തുവാ സെക്ഷൻ 8 പറയുന്നത്. അടുത്ത 10 വരുന്നത് എന്തുവാ ഗ്രാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അടുത്ത സെക്ഷൻ. അപ്പം അടുത്തതിനകത്ത് എന്തോ ഫോം ഓർ ക്ലാസ്സസ് വരുന്നുണ്ട്. അഡീഷൻ നമ്മൾ വേറെ അഡീഷണൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പ്രതിപാദിക്കുന്നതാണ് എന്തുവാ 12 വരുന്നത്. അപ്പൊ ഇത്രയാണ് എന്തുവാ സെക്ഷൻ 8 മുതൽ 12 വരെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്തുവാ ചാപ്റ്റർ 2 വരുന്ന സെക്ഷൻസ് നോക്കിയത്. അപ്പൊ എത്ര 3 മുതൽ 27 വരെ ഉള്ള സെക്ഷൻസ് ആണ്. അതായത് 3 മുതൽ 7 വരെ ഉള്ളതിനകത്താണ് എന്തുവാ ഏജ് അതിന്റെ കറസ്പോണ്ടിങ് ഉള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 8 മുതൽ 12 വരെയാണ് എന്തുവാ ലേണേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത് സെക്ഷൻ 13 മുതൽ 27 ഉള്ള കാര്യങ്ങളാണ് എഫക്റ്റീവ് ത്രൂ ഇന്ത്യ. നമ്മളെന്തോ ഇവിടെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ മൊത്തം ഉപയോഗിക്കാം. കറൻസി, റിന്യൂവൽ, റിവോക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ. നമ്മളെന്തോ വല്ല കാര്യം ഉണ്ടെങ്കിൽ എന്തോ നമ്മളെ ലൈസൻസ് കട്ടായി പോകത്തില്ലേ, അപ്പൊ അതിനേക്കുള്ള അല്ലെങ്കിൽ കോർട്ടിനകത്തുള്ള പവർ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു സെക്ഷൻ 13 മുതൽ 27 മുതൽ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ സെക്ഷനകത്ത് വരുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പൊ എക്സാമിന്റെ ഓപ്ഷനകത്ത് വരുമ്പം ഈ ഇതിനകത്ത് മിക്സഡ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ എവിടെ ഏത് സെക്ഷനാണ് ഏത് കീഴിൽ വരുന്നത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിന്റെ അകത്താണ് അത് പ്രതിപാദിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കണം. അടുത്തതാണ് ഏജ് പ്ലസ് ലേണേഴ്സ് ലൈസൻസ് മെമ്മറീസ് ദി നമ്പർ. അപ്പൊ എന്തുവാ നമ്മൾ ഒരു ലൈസൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം 18 വയസ്സായാലേ നമുക്ക് എന്തുവാ ലൈസൻസ് കിട്ടും അല്ലേ. അപ്പൊ അത് ഏത് സെക്ഷന്റെ കീഴിലാണ് വരുന്നത് അതൊക്കെയാണ് എന്തുവാ എക്സാമിന് വരുന്നത്. അപ്പം ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് എന്തുവാ ഇതിനകത്ത് ഏത് 50 cc താഴെ ഉള്ളവർക്ക് എന്തുവാ ഏത് വയസ്സിലാണ് എന്തുവാ ലൈസൻസ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തുവാ 16 വയസ്സാണ് എന്തുവാ അതിന്റെ ഏജ് മിനിമം ഏജ് വരേണ്ടത്. അപ്പൊ ഈ 3 ഏജ് 18, 16, 20 സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പം ഇത് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ 1988 ആക്ട് പ്രകാരം സെക്ഷൻ 4 വരുന്നതാണ് എന്തുവാ ലൈസൻസിന്റെ നമ്മൾ ഏജ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. 18 വയസ്സാണ് എന്തുവാ ജനറൽ മോട്ടോർ വെഹിക്കിളിന്റെ അകത്ത് ലൈസൻസ് മിനിമം ഏജ് വരേണ്ടത്. അടുത്തത് മെയിൻ ആയിട്ട് വരുന്നതാണ് എന്തുവാ 16. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കണം 16 എപ്പോഴാ 50 cc കുറവുള്ള എഞ്ചിനുള്ള വെഹിക്കിളിന് വേണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്തോ 16 വയസ്സ്. ഇപ്പൊ ഒരാൾക്ക് 16 വയസ്സായുള്ള സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ 50 cc ഉള്ള കുറവുള്ള വണ്ടികൾക്ക് നമുക്ക് ലൈസൻസ് കൊടുക്കാം. അപ്പൊ ആ വണ്ടികൾ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇതിനകത്തൊരു നിബന്ധനകളുണ്ട്. നമ്മളെന്തുവാ ഗാർഡിയൻ ആയിരിക്കും എന്തോ ഉത്തരവാദിത്വം. ഈ റൂൾസ് പ്രകാരം ഈ മക്കളോ ആരെങ്കിലും വണ്ടി ഓടിച്ചാൽ അല്ലെങ്കിൽ ഗാർഡിയനോ അല്ലെങ്കിൽ എന്തുവാ ആ വണ്ടി ഓണറിനോ നമുക്ക് എന്തുവാ ഒഫൻസ് വരുവാണെങ്കിൽ ആ വണ്ടി ഓണറിന് വരും. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും പുറത്തു വെച്ചേക്കുക. അപ്പം ഇത് സെക്ഷൻ 4 പ്രകാരമാണ് നമ്മളെന്തുവാ 16 വയസ്സ് നമ്മളെന്തുവാ ഈ ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തതാണ് നമ്മളെന്തുവാ ഹെവി വെഹിക്കിൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അതൊക്കെ ഓടിക്കണമെങ്കിൽ എന്തുവാ 20 വയസ്സാണ് എന്തുവാ മിനിമം ഏജ് വരേണ്ടത്. അപ്പം അത് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 18 പ്രകാരമാണ് എന്തോ സെക്ഷൻ 18 പ്രകാരമാണ് എന്തോ ഇത് 18 എന്തോ ഇത് പ്രതിപാദിക്കുന്നത്. അപ്പം ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓട്ടിക്കാൻ 20 വയസ്സ് വേണം. പിന്നെ വേറൊന്നും അറിയാവോ നിങ്ങൾക്ക് മിനിമം ഏജ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് വേറൊരു റൂൾ വേണ്ടേ അറിയാവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എന്തുവാ ലൈസൻസ് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് എന്തുവാ നമ്മുടെ വണ്ടി നോർമൽ വെഹിക്കിളിന്റെ ലൈസൻസ് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്തുവാ ഹെവി വെഹിക്കിളിന്റെ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ എന്തുവാ LMB എന്തുവാ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് എന്തുവാ എടുത്തിട്ട് 1 വർഷത്തിന് ശേഷമേ നമുക്ക് എന്തുവാ ഹെവി വെഹിക്കിളിന്റെ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പം അതിന്റെ മിനിമം ഏജ് ആണ് 20 ഇയേഴ്സ്. അടുത്ത സെക്ഷൻ 17 പറയുന്നത് 7 പറയുന്നതാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലേണേഴ്സ് ലൈസൻസ്. അപ്പം അതെല്ലാം വരുന്നതാണ് സെക്ഷൻ 7 വരുന്നതാണ്. അപ്പൊ ഹെൽഡ് LMV ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ലീസ് ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. എന്തുവാ നമ്മള് ഹെവി വെഹിക്കിളിന് എന്തുവാ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓടിക്കണം എന്തുവാ 1 വർഷം
LMB എടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷമേ നമുക്ക് എന്തുവാ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഉപയോഗിക്കാം, അല്ലെ എന്തുവാ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനെ പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് എന്തുവാ സെക്ഷൻ 7. അടുത്ത വേറൊന്നാണ് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ഫോർ അണ്ടർ 18 ഇയേഴ്സ്. ഗിയർ ലൈസൻസ് ആണ് കേട്ടോ, ലൈസൻസ് ഫോർ അണ്ടർ 18 റിട്ടേൺ കൺസെന്റ് ഫോർ പേഴ്സൺ ഹാവിംഗ് കെയർ. നമ്മളെന്തുവാ 18 വയസ്സിന് മുമ്പാണെങ്കിൽ എന്തുവാ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് എടുക്കാം. പക്ഷെ എന്തുവാ അത് വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എന്തുവാ റിട്ടേൺ കൺസെന്റ് വേണം, എന്തുവാ പേഴ്സൺ ഹാവിംഗ് കെയർ എന്നെന്തുവാ അതിനകത്ത് റിട്ടേൺ കൺസെന്റ് വേണം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കണത് മെമ്മറി ഹൂക്കിനകത്ത് നമ്മളെന്തുവാ ഈ 16, 18, 20 ഈ 3 നമ്പർ നോക്കി വെച്ചാണ്. അപ്പൊ 16 എന്തുവാ നമ്മുടെ 50cc താഴെയുള്ള ഒരാൾക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായം. 18 എന്തുവാ നമ്മുടെ നോർമൽ വെഹിക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടാനുള്ള പ്രായം. 20 എന്തുവാ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ പ്രായം. പ്ലസ് 20 എന്തുവാ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് ലൈസൻസ് വേണമെങ്കിൽ എന്ത് വേണം നമുക്ക് മിനിമം ഒരു വർഷത്തിന് ശേഷമേ LME ലൈസൻസിന് എടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷമേ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ ലൈസൻസ് കിട്ടത്തുള്ളൂ. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്ത സെക്ഷനോട്ട് പോവാം. ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി ആൻഡ് റിന്യൂവൽ. നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, അതിനെന്തുവാ കുറച്ച് വർഷം കഴിയുമ്പോൾ എന്തുവാ അത് പുതുക്കണം, അല്ലെങ്കിൽ എക്സ്പയർ ആകും, അല്ലേ? അപ്പൊ അതിനെ അല്ലെങ്കിൽ റിന്യൂ ചെയ്യണം. അപ്പൊ അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു സാരാംശമാണ് എന്തുവാ ഇത് എക്സാമിന് സ്ഥിരം വരുന്ന കേട്ടോ. അപ്പം ഒന്നാണ് ലേണേഴ്സ് എടുക്കുമ്പോൾ അത് എത്ര നാള് മെയിൻ ആയിട്ട് 6 മാസമാണ് എന്തുവാ ഒരു ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി. അപ്പം നമുക്ക് ലേണേഴ്സ് എക്സാം പാസ്സായാൽ നമുക്ക് 6 മാസം എന്തുവാ അതിന് 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്തുവാ അടുത്ത ടെസ്റ്റ് എഴുതിയാൽ മതി. അപ്പൊ അതിന് 6 മാസം കാലാവധി ഉണ്ട്. അടുത്ത പോലെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നമ്മൾ ഹെവി എടുക്കുമ്പോൾ എന്തുവാ അതിന് മെയിൻ ആയിട്ട് നോക്കണ 3 ഇയേഴ്സ്. അപ്പൊ എന്തുവാ ഹെവി എടുക്കുവാണെങ്കിൽ 3 വർഷത്തേക്കായിരിക്കും എന്തുവാ അതിന്റെ കാലാവധി വരുന്നത്. അതിനകത്ത് ഒന്നുകൂടെ വരണതാണ് ഡേഞ്ചറസ് ഓർ ഹസാഡസ് ഗുഡ്. നമ്മളെന്തുവാ കെമിക്കലോ അങ്ങനെ എന്തുവാ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിളിനുണ്ടല്ലോ, അതിനെല്ലാം എന്തോ 1 വർഷം പ്ലസ് പ്രിസ്ക്രൈബ്ഡ് റിഫ്രഷർ റിക്വയർമെന്റ്. അപ്പൊ എന്തുവാ ആ ഡേഞ്ചറസ് സാധനം എടുക്കുമ്പോ എന്തുവാ ഒരു വർഷത്തേക്ക് എന്തുവാ ലൈസൻസ് കിട്ടുന്നത്. അതിനുശേഷം റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മളെന്തുവാ ചിലപ്പോ എന്തുവാ നമ്മള് ചില കാഴ്ചയൊക്കെ എന്തുവാ അതിന്റെ ഐസൈറ്റോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കൊണ്ടുപോകും. അപ്പൊ എന്തുവാ ഈ ഹസാഡ് സാധനം കൊണ്ടുപോവാ. അപ്പൊ അതിനെന്തുവാ നമ്മൾ കൊണ്ടുപോകുന്ന വെഹിക്കിൾ ആക്സിഡന്റ് ആയ എന്തുവാ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് എന്തുവാ നമ്മൾ ഈ ലൈസൻസിനകത്ത് ഈ നിബന്ധനകൾ വെച്ചേക്കുന്നത്. അടുത്ത വേറെ കാര്യങ്ങളാണ് നമ്മള് ഒരാളുടെ മാക്സിമം നമുക്ക് റിന്യൂ ആവുന്ന പറഞ്ഞാൽ 20 വർഷമാണ് എന്തുവാ ഒരു ലൈസൻസ് എടുത്താൽ 20 വർഷം വരെ നമുക്ക് എന്തുവാ 20 വർഷത്തിന് ശേഷം എന്തുവാ റിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ 50 വയസ്സ്. മനസ്സിലായോ? ഇത് നോക്കിയോണം. അണ്ടർ 50 അല്ലെങ്കിൽ എന്തുവാ 20 വയസ്സ് 50 വയസ്സ് താഴെ ഉള്ള ആൾ എടുക്കുവാണെങ്കിൽ 20 വർഷമായിരിക്കും എന്തുവാ അതിന്റെ കാലാവധി ലൈസൻസ് വരുന്നത്. അല്ലെങ്കിൽ അണ്ടിൽ 50. ഇപ്പം 30 വയസ്സിൽ എടുക്കുവാണെങ്കിൽ നമ്മളെന്തുവാ 30 കഴിഞ്ഞിട്ട് എന്തുവാ 20 എന്തുവാ 50, 60 അങ്ങനെ പറ്റത്തില്ല. പക്ഷെ 50 ആകുമ്പോൾ നമ്മൾ 50 വയസ്സ് ആകുമ്പോൾ വരും ഓട്ടോമാറ്റിക് പിന്നെ എന്തുവാ റിന്യൂ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? പിന്നെ 50 വയസ്സ് കൂടുതലാകുമ്പോൾ വരും പിന്നെ ഓരോ 5 വർഷം തോറും എന്തുവാ ഇത് റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പം ഈ ലൈസൻസിന്റെ കാലാവധിയും റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് വരുന്നതാണ്. അപ്പം മറന്നുപോകല് ട്രാൻസ്പോർട്ടർ വെഹിക്കിളിന്റെ 3 വർഷമാണ് കാലാവധി. ഹസാഡസ് ആണെങ്കിൽ എന്തുവാ ഹസാഡസ് വണ്ടിയാണെങ്കിൽ 1 വർഷമാണ്. പ്ലസ് എന്തുവാ പ്രിസ്ക്രൈബ്ഡ് റിഫ്രഷർ റിക്വയർമെന്റ്. അതിനകത്ത് എന്തുവാ നമ്മൾ അതിനകത്ത് വില ഹെൽത്ത് സാധനങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. 50 വയസ്സായിരിക്കും എന്തുവാ 20 വർഷമായിരിക്കും എന്തുവാ ലൈസൻസിന്റെ കാലാവധി. അതിനകത്ത് എന്തുവാ 50 വയസ്സ് എന്തോ 20 വർഷമോ അല്ലെങ്കിൽ എന്തുവാ 50 വയസ്സ് ഇതിനകത്ത് ഏതോ ആദ്യം വരുന്നത്. അതിനു മുമ്പ് എന്തുവാ 50 വയസ്സാണെങ്കിൽ എന്തുവാ അന്ന് റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ 3 ഡേറ്റ് എപ്പോഴും നോക്കണം. അടുത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻസ് ആണ്. അതിനകത്ത് വരുന്നതാണ് നമ്മളെന്തുവാ ലൈസൻസ് റദ്ദാക്കാനോ അല്ലെങ്കിൽ എന്തുവാ നമ്മളൊരു സാധനം ലൈസൻസ് കട്ടാവാനോ അങ്ങനെ വരുന്ന കുറെ നമ്മൾ പല റീസൺ കാരണം എന്തുവാ നമ്മുടെ ലൈസൻസ് കട്ടാവാനൊക്കെ കാര്യമുണ്ട്.
വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 19 മുതൽ 22 വരെ. സെക്ഷൻ 19 മുതൽ 22 വരെ. അപ്പം സെക്ഷൻ അതോറിറ്റി ആൻഡ് സസ്പെൻഷൻ ഫസ്റ്റ് ആണ്, അതോറിറ്റി ആൻഡ് സസ്പെൻഷൻ. അതിനകത്ത് സെക്ഷൻ 19 ലൈസൻസിങ് അതോറിറ്റി ക്യാൻ ഡിസ്ക്വാളിഫൈ ഓർ റിവോക്ക് ആഫ്റ്റർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് ഫോർ സ്പെസിഫിക് ഗ്രൗണ്ട്സ്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം, ഇതിനകത്ത് ലൈസൻസിങ് അതോറിറ്റി സാധനം ലൈസൻസിങ് അതോറിറ്റി ക്യാൻ ഡിസ്ക്വാളിഫൈ. അപ്പൊ ഞാൻ അത് അണ്ടർലൈൻ ചെയ്ത് നോക്കണം. എന്തുവാ ലൈസൻസിങ് അതോറിറ്റിയാണ് എന്തുവാ ഇതിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി. അപ്പൊ നോക്കിയാൽ സെക്ഷൻ 19 പ്രകാരം നമുക്ക് എന്തുവാ ലൈസൻസിങ് അതോറിറ്റിക്ക് വേണമെങ്കിൽ എന്തുവാ നമ്മുടെ ലൈസൻസിനെ സസ്പെൻഷനോ അല്ലെങ്കിൽ ഡിസ്പെൻസോ എന്ത് സാധനം എന്തായാലും ചെയ്യാം. അപ്പം അതിന് പല റീസൺസ് ആവാം. ഒന്ന് ആൽക്കഹോൾ ആവാം, നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ച് വണ്ടി ഉപയോഗിച്ചിട്ട് പിടിച്ചതാവാം, ആക്സിഡന്റ് ആവാം, ഡേഞ്ചറസ് ടു പബ്ലിക്കിന് എന്തുവാ ഡേഞ്ചറസ് രീതിയിൽ വണ്ടി ഓടിച്ചതാവാം, അങ്ങനെ പലതും ആവാം. അപ്പം അത് മൂലം ലൈസൻസിങ് അതോറിറ്റി നമ്മൾ എന്തോ സസ്പെൻഡ് ചെയ്തതാണ് എന്തോ ചെയ്യാൻ പറ്റുന്നതാണെന്തോ സെക്ഷൻ 19 പറയുന്നത്. അടുത്തത് സെക്ഷൻ 20 കണ്ടോ. ഇതിനകത്ത് കണ്ടോ, നേരത്തെ ലൈസൻസ് ചെയ്യാണ്, ഇതിനകത്ത് എന്തോ കോർട്ടാണ് കണ്ടോ. ഇതിനകത്ത് കോടതി നമ്മളെന്തുവാ നമ്മുടെ ലൈസൻസ് സസ്പെൻഷൻ ചെയ്യുന്നതാണ് എന്തോ സെക്ഷൻ 20 പറയുന്നത്. അപ്പം എന്തുവാ ഇതെന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഒരു വട്ടം വാണിംഗ് കിട്ടി, ഒരു ഒഫൻസ് കിട്ടി, പിന്നെ രണ്ടോ മൂന്നോ വട്ടം നമ്മളെന്തോ സെയിം വണ്ടി ആക്സിഡന്റ് ആയി, ഇപ്പൊ അല്ലെ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടോ ഒരു വട്ടം പിടിച്ചു വിട്ടു, പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മളെന്തോ കോടതി ഇടപെട്ട് നമ്മളെന്തോ സസ്പെൻഡ് ചെയ്യും. അതിന്റെ പ്രതിപാദിക്കുന്നതാണെന്തോ സെക്ഷൻ 20 കണ്ടോ. അടുത്തത് മെയിൻ സാധനമാണ് സെക്ഷൻ 21 സസ്പെൻഷൻ ഇൻ സർട്ടൺ ഡേഞ്ചേഴ്സ് ഡ്രൈവിംഗ് കോസിംഗ് ഇൻവോൾവിംഗ് ഡെത്ത് ഹേർട്ട് ആഫ്റ്റർ എ ഗിവൻ സെക്ഷൻ. അപ്പൊ എന്തോ നമ്മള് ഡേഞ്ചറസ് ആയിട്ട് ഓടിച്ച് എന്തോ മരണം സംഭവിച്ചു, അതിനെല്ലാം പ്രതിപാദിക്കുന്നതാണെന്തോ സെക്ഷൻ 21 കണ്ടോ. അടുത്തത് സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് കോൺവിക്ഷൻ റിപ്പീറ്റ് ഡ്രങ്ക് ഡാം. എന്തോ നമ്മള് നിരന്തരമായിട്ട് വെള്ളം എന്തോ നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് വണ്ടി ഓടിച്ചു, ഡ്രൈവിംഗ് കോൺവിക്ഷൻ ക്യാൻ ട്രിഗർ ക്യാൻസലേഷൻ. അപ്പൊ എന്തോ ഇതിനെല്ലാം പ്രതിപാദിക്കുന്നതാണ് എന്തോ സെക്ഷൻ 22 കണ്ടോ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് ഏത് അതോറിറ്റിയാണെന്തോ ഇതിനെ സസ്പെൻഷൻ ചെയ്തത്. അപ്പൊ എന്താ ഒന്നെങ്കിൽ ലൈസൻസിങ് അതോറിറ്റി ആവാം, അല്ലെങ്കിൽ കോടതി ആവാം കണ്ടോ. അപ്പം ഇതെപ്പോഴും സ്ഥിരം നിങ്ങൾ ഈ ഇത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് സസ്പെൻഡ് ചെയ്തത്, ഈ സാധനം എപ്പോഴും റിപ്പീറ്റഡ് ആണ്. അത് നിങ്ങൾ മാറിപ്പോലും 19, 20 കണ്ടോ. അപ്പൊ 19 എന്ന് പറഞ്ഞാൽ ഇതാണ് 19, 20 എന്തുവാ റിപ്പീറ്റഡ് വരാൻ ചാൻസ് എപ്പോഴും തോന്നുന്നത്. അപ്പൊ 19 എവിടെ ആയിരുന്നു ലൈസൻസിങ് അതോറിറ്റിയാണ് കട്ട് ചെയ്യുന്നത്, 20 കോടതിയാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ. ഇനി അടുത്തത് കണ്ടക്ടർ ചാപ്റ്റർ 3 വരുന്നതാണ് കണ്ടക്ടർ ലൈസൻസ്. നമ്മുടെ KSRTCന്റെ അകത്ത് ഇരിക്കുന്ന കണ്ടക്ടർ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്ന കണ്ടക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇതിന് KSRTCന്റെ അകത്ത് എന്തുവാ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഈ ക്വാളിഫിക്കേഷൻ ആണ് എന്തുവാ ഈ ചാപ്റ്റർ 3 അല്ലെങ്കിൽ എന്തുവാ പല 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 കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടക്ടറിനെ പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ആണ് എന്തോ ചാപ്റ്റർ 3. അപ്പം ചാപ്റ്റർ 3ന്റെ അകത്ത് വരുന്ന സെക്ഷൻസ് ആണ് എന്തോ 29 മുതൽ 30 സെക്ഷൻ 30, 38 കണ്ടോ. അപ്പം ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം ഏതാ ചാപ്റ്റർ 3 പ്രതിപാദിക്കുന്ന ഏതാണ്? അപ്പൊ ഏതാ കണ്ടക്ടർ ലൈസൻസ്. അപ്പം സെക്ഷൻ 29 ഇതിനകത്ത് വരുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 29. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരെണ്ണം ഇപ്പൊ ആദ്യം പറഞ്ഞില്ല, ആക്ട് ഉണ്ട്, സെക്ഷൻ ഉണ്ട്, അല്ലെ ആക്ട് ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്തുവാ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒന്ന് ജസ്റ്റ് പറയുവാണേ. ആക്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ ഒരു റൂള് പ്രകാരം ഒരു സാധനം എന്തുവാ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയ റൂളാണ് എന്തുവാ ആക്ട് എന്ന് പറയുന്നത്. വേറെ റൂൾസോ റെഗുലേഷൻ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ആക്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ആ സംഭവത്തിനെയാണ് എന്തുവാ റെഗുലേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പൊ ആഡ് ഓൺസ് പറഞ്ഞതാ. അടുത്ത ഇതിനകത്ത് സെക്ഷൻ 29 നെസസറി ഓഫ് എ കണ്ടക്ടർ, നമ്മുടെ കണ്ടക്ടർ ലൈസൻസിന്റെ എന്തുവാ അതിന്റെ ഇമ്പോർട്ടൻസ്. അടുത്തത് സെക്ഷൻ 30, 38 വരെയാണ് എന്തുവാ ഗ്രാന്റ്, ഡിസ്ക്വാളിഫിക്കേഷൻ, റിവോക്കേഷൻ, അപ്പീൽസ് ഫോർ സ്റ്റേറ്റ് റൂൾസ്. നമ്മളെന്തോ ഒരു കണ്ടക്ടർ ലൈസൻസ് ഗ്രാന്റ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ, ഡിസ്ക്വാളിഫൈ ആവാനുള്ള എന്തൊക്കെ റീസൺ, റിവോക്കേഷൻ നമ്മളെന്തോ
സസ്പെൻഡ് എന്തുവാ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തുവാ സെക്ഷൻ 30 തൊട്ട് 38 വരെ പറയുന്നത്. അതിനകത്ത് അപ്പൊ ഇതിനകത്ത് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഗ്രാൻഡ് മീൻസ് പറഞ്ഞാൽ ഹൗ ടു അപ്ലൈ, എന്തുവാ ഒരു കണ്ടക്ടർ ലൈസൻസ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാനെന്ന് എന്തുവാ ഗ്രാൻഡിനകത്ത് പറയുന്നത്. അടുത്ത ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് 18 വയസ്സായിരിക്കും എന്തോ ഒരു കണ്ടക്ടർ ആവാനുള്ള മിനിമം ഏജ്. പിന്നെന്തോ ഫിസിക്കലി അൺഫിറ്റ് ആവരുത്. അപ്പൊ എന്തുവാ ഹെൽത്ത് നല്ലതായിരിക്കണം. നമ്മളിപ്പോ പോലീസിന്റെ അകത്ത് നോക്കുമല്ല കണ്ടക്ടറിനകത്ത് എന്തുവാ ഫിസിക്കൽ എന്തോ ഹെൽത്തിനെസ് നോക്കും. അടുത്ത് പാസ് റിവോക്ക് ലൈസൻസ്, എന്തോ നേരത്തെ ഏതെങ്കിലും എന്തോ നേരത്തെ ലൈസൻസ് സസ്പെൻഷൻ ആയോ അങ്ങനെ വല്ല എന്തുവാ പാസ് ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ ആയിരിക്കും എന്തുവാ ഈ ഈ ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനുള്ള സോറി ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനുള്ള റീസൺസ്. ഇതാണ് കഴിഞ്ഞ വട്ടം ഒരു എക്സാമിന് ചോദിച്ചു കേട്ടോ. കണ്ടക്ടർ ലൈസൻസ് ഡിസ്ക്വാളിഫൈ ആവാനുള്ള റീസൺസ് ഒന്നെന്തുവാ ഏജ് 18 വയസ്സ് താഴെ ഏജ് വരുവാണെങ്കിൽ എന്തുവാ ഡിസ്ക്വാളിഫൈ ആവാം. ഫിസിക്കലി എന്തുവാ അൺഫിറ്റ് ആണെങ്കിൽ എന്തുവാ നമുക്ക് എന്തുവാ ഇത് ഡിസ്ക്വാളിഫൈ ആവാം. ഒന്നെങ്കിൽ എന്തുവാ പാസ് റിവോക്ക്, നമ്മൾ നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നു, അത് എന്തിനും റീസൺ കാരണം എന്തുവാ അത് ക്യാൻസൽ ആയിപ്പോയി. അതെല്ലാം എന്തുവാ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുള്ള ഇതാണ്. അടുത്ത റിവോക്കേഷൻ, ക്യാൻസലേഷൻ ഡ്യൂ ടു ഫിസിക്കൽ ഓർ മെന്റൽ ഡിസബിലിറ്റി. നമ്മളെന്തുവാ ഫിസിക്കൽ ഓർ മെന്റൽ ഡിസബിലിറ്റി വല്ല ഉണ്ടെങ്കിൽ അതിനാണ് എന്തുവാ റിവോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് സെക്ഷൻ 30 മുതൽ 38 വരെ പറയുന്നത്. അപ്പം കഴിഞ്ഞ 2023 ക്വസ്റ്റിനകത്ത് പറഞ്ഞ ചോദിച്ചാൽ ആസ്ക്ഡ് വെൻ ലൈസൻസ് അതോറിറ്റി മേ റെഫ്യൂസ് എ കണ്ടക്ടർ. നമ്മളെ കണ്ടക്ടർ ലൈസൻസ് ഏതൊക്കെ റീസൺ മൂലം നമ്മൾ എന്തുവാ ഡിസ്ക്വാളിഫൈ ആവാം. അതാണ് എന്തുവാ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. 18 ആവാതിരിക്കുക, അല്ലെങ്കിൽ എന്തുവാ ഫിസിക്കലി അൺഫിറ്റ് ആവാം ആയിരുന്നാൽ, പിന്നെന്തുവാ നേരത്തെ ഏതെങ്കിലും ലൈസൻസ് ക്യാൻസൽ ആവാം, എന്തെങ്കിലും റീസൺ കാരണം ലൈസൻസ് ക്യാൻസൽ ആയാൽ, ഇതെല്ലാം കാരണം മൂലം എന്തുവാ ഒരു കണ്ടക്ടർ ലൈസൻസ് വേണമെങ്കിൽ എന്തുവാ നമുക്ക് എന്തുവാ കൊടുക്കാതിരിക്കാം. അപ്പം നിങ്ങൾ നോക്കണം 29 മുതൽ ഈ സെക്ഷൻ 29 38 എന്തുവാ കണ്ടക്ടർ ലൈസൻസ്. ഇത് വരുന്ന എവിടെ ചാപ്റ്റർ 3 വരുന്നതാണ്. അടുത്തത് ചാപ്റ്റർ 4. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു ചാപ്റ്റർ ആണ് എന്തുവാ നമ്മുടെ ചാപ്റ്റർ 4. അപ്പൊ എന്തുവാ വണ്ടികളുടെ രജിസ്ട്രേഷൻ സംബന്ധമായി പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് രജിസ്ട്രേഷൻ ചാപ്റ്റർ 4. മാറിപ്പോയത് ചാപ്റ്റർ 4. 2 എന്തുവാ ലൈസൻസ്, 3 എന്തുവാ കണ്ടക്ടർ ലൈസൻസ്, 2 എന്തുവാ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ്, 3 എന്തുവാ അടുത്ത ലൈസൻസ് എന്തുവാ കണ്ടക്ടർ ലൈസൻസ്, 4 എന്തുവാ രജിസ്ട്രേഷൻ. അപ്പം ഇതിനകത്ത് വരുന്നതാണ് വണ്ടി രജിസ്ട്രേഷൻ സംബന്ധമായി പല 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 സെക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് അറിയേണ്ട കുറെ സെക്ഷൻസ് ആണ് ഇതിനകത്ത് ഇരിക്കുന്ന. ഈ സെക്ഷൻസ് എല്ലാം നിങ്ങൾ എങ്ങനെയെങ്കിലും കാണാൻ പഠിച്ചോണം. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഏത് സ്ഥാനവും എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് സെക്ഷൻ 39 എന്തുവാ നെസസറി, ഒരു വണ്ടിനകത്ത് രജിസ്ട്രേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് എന്തുവാ സെക്ഷൻ 39 പറയുന്നത്. അടുത്തത് സെക്ഷൻ 40 എന്തുവാ വേർ രജിസ്ട്രേഷൻ ചെയ്യും, നമ്മൾക്ക് എന്തുവാ വണ്ടി രജിസ്റ്റർ എവിടെയൊക്കെ ചെയ്യാം. അടുത്തത് സെക്ഷൻ 40 ഹൗ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ്, നമ്മൾ എങ്ങനെ എന്തുവാ രജിസ്ട്രേഷൻ ചെയ്യാം, വണ്ടി രജിസ്ട്രേഷൻ ചെയ്യാം. അത് സെക്ഷൻ 43 ടെമ്പററി രജിസ്ട്രേഷൻ, അഥവാ വണ്ടിയെ TP എടുക്കത്തില്ലേ, അതാണ് എന്തുവാ അതിനെ പ്രതിപാദിക്കാണ് സെക്ഷൻ 43. അടുത്ത സെക്ഷൻ 47 ന്യൂ രജിസ്ട്രേഷൻ മാർക്ക് ഓർ റിമൂവൽ ടു അനദർ സ്റ്റേറ്റ്. എന്തുവാ ന്യൂ രജിസ്ട്രേഷൻ മാർക്ക് ഓർ റിമൂവൽ ടു ദി അനദർ സ്റ്റേറ്റ്, നമ്മൾ വേറെ എന്തുവാ സ്ഥലത്തോട് കൊണ്ടുപോകുന്നതാണ് എന്ത് സെക്ഷൻ 47. അടുത്ത 41 നോ ഒബ്ജക്ഷൻ, NOC എന്ന് പറയത്തില്ലേ, അതിനെ പ്രതിപാദിക്കുന്നതാണ് എന്തോ സെക്ഷൻ 48. ഇനി അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. NOC പറഞ്ഞുകൊണ്ട് പറയാം, ഈ NOC കൊടുക്കാനുള്ള ഉപയോഗിക്കുന്ന ആ ഫോമിന്റെ പേരാണ് ഫോം 28 കേട്ടോ. NOCയുടെ ഫോമാണ് 28. അടുത്തത് ഫ്രീക്വന്റ് ടെസ്റ്റ് ആണ്. അത് സെക്ഷൻ 50 ട്രാൻസ്ഫർ ഓൺ. നമ്മൾ ഒരിടത്തും ഒരാളെ നമ്മൾ എന്തോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ടോ വേറെ ആൾക്ക് കൊടുത്തു അല്ലേ, അപ്പൊ അതിനെയുള്ള പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് എന്തോ സെക്ഷൻ 50 ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അപ്പൊ ഇതിനും ഉപയോഗിക്കുന്ന ഫോമും കൂടെ ഇതിനെ പറയുവാണ്. ഇതും വന്നിട്ടുണ്ട്. ഇത് ഫോം 29 30 കണ്ടോ, ഫോം 29 30 എന്തുവാ ഈ സെക്ഷൻ 50 ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഉപയോഗിക്കുന്ന ഫോം നമ്പർ. ഈ ഫോമും ചിലപ്പോൾ എക്സാമിന് വരുന്നു.
ഏത് ഫോമാണ് എന്തുവാ ട്രാൻസ്ഫർ ഓണർഷിപ്പിന് ഉപയോഗിക്കുന്നത് എന്തുവാ 29 എന്തുവാ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത സെക്ഷൻ 59 ഹയർ പർച്ചേസ് ഓർ ലീസ് ഹൈപ്പോത്തിഫിക്കേഷൻ. നമ്മളെന്താ ലോണൊക്കെ എടുത്തില്ലേ, അതിനെല്ലാം പ്രതിപാദിക്കുന്ന സാധനമാണ് എന്തുവാ സെക്ഷൻ 59. അടുത്ത സെക്ഷൻ 52 ആൾട്രേഷൻ ഉപയോഗിക്കും, വണ്ടി മോഡിഫൈ ചെയ്യത്തില്ലേ, അതിനിപ്പോ എന്തോ ഇതും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതിന് ഇതിനൊക്കെ ഇല്ലേ അപ്പൊ എന്തോ സെക്ഷൻ 52 ആൾട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിളിനെ പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 52. അടുത്തത് സെക്ഷൻ 53 മുതൽ 55 എന്ത് സസ്പെൻഷൻ ഓർ ക്യാൻസൽ ചെയ്യുന്നത്. പല കാരണം മുതൽ സസ്പെൻഷൻ ചെയ്യാൻ പറ്റുന്ന ആ സെക്ഷനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 53 മുതൽ 55. അടുത്ത 56 സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. കണ്ടോ, സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കണ്ടോ. അപ്പൊ അതിനെ പ്രതിപാദിക്കും നമ്മളെന്തോ ഫിറ്റ്നസ് കൊടുക്കും, വണ്ടിക്ക് ഫിറ്റ്നസ് കൊടുക്കും എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതിനെ പ്രതിപാദിക്കുന്നതാണ് എന്തോ സെക്ഷൻ 56. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒന്നുകൂടെ പറയുക, ഇതിന് ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം CFA. കണ്ടോ, നമ്മൾ ഫിറ്റ്നസിന് ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം CFA. കണ്ടോ. അടുത്ത 58 എന്തുവാ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അപ്പം ട്രാൻസ്പോർട്ട് വെഹിക്കിളിനുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് സെക്ഷൻ 58. അപ്പൊ ഇത്രയാണ് എന്തുവാ നമ്മൾ രജിസ്ട്രേഷന് ആദ്യം മെയിൻ ആയിട്ട് പഠിക്കണം എന്തുവാ സെക്ഷൻ 4 എന്തുവാ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്തുവാ ചാപ്റ്റർ 4 വരുന്നത്. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന സെക്ഷൻസ് കുറെയാണ് എന്തുവാ 39 മുതൽ 58 വരെ ഉള്ളത്.